Hi, I'm Vinayak and this is UPSC Vault and today is story time. ഞാൻ റെക്കോർഡ് ചെയ്യാനിരുന്നപ്പോൾ ഇത്ര വെയിലില്ലായിരുന്നു. എന്ത് വെയിലല്ലേ. ലെറ്റ്സ് സീ. ഓക്കെ, ഇന്നത്തെ സ്റ്റോറി ഈസ് ആക്ച്വലി അബൌട്ട് ഞാൻ ഫസ്റ്റ് ഡേ ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. I will keep it very short. It was not good. I think most of the people will have the same kind of experience. ഈ കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നൊക്കെ വന്ന ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് നോക്കുമ്പോഴേ ട്രാവൽ ചെയ്യാൻ പ്രോപ്പറായിട്ട് ബസ്സസ് കിട്ടില്ല. ആദ്യം ഈ ഓട്ടോസ് കിട്ടില്ല, ആൾക്കാർ പ്രോപ്പർലി സംസാരിക്കില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല, സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. മാപ്പിൽ നോക്കുമ്പോൾ ഓരോ ഇടവഴിയിലൂടെ ഒക്കെ ആയിരിക്കും നമ്മൾ ലൊക്കേഷനെ കൊണ്ടെത്തിക്കുക. ഇങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. വാട്ട് ഹാപ്പൻ ടു മീ വാസ്, ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടി ഇവിടെ വരുമ്പോഴേ ഹോസ്റ്റൽ തീരുമാനിക്കുന്നത് കോൾ ചെയ്തിട്ടാണ്. എൻ്റെ എത്രയും ദൂരത്ത് നിന്ന് വന്ന് ഒന്ന് നോക്കി പോകാനും മാത്രമുള്ളൊരിതില്ല. ഫാമിലി എന്തായാലും കൂടെ വരില്ല, നമ്മളതിനെ ഡിസൈഡ് ചെയ്യണം. സോ വാട്ട് വി ഡിഡ് വാസ് ലിസ്റ്റ് നോക്കി. എല്ലാം 8,000-ഉം 9,000 റുപ്പീസും ആണ് ഹോസ്റ്റൽസ്. ഞാൻ എൻ്റെ കോളേജിൽ നിന്ന് ഹോസ്റ്റലിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും 3,000 റുപ്പീസാണ്. കോളേജ് ഹോസ്റ്റലാണ് ആൻഡ് വിത്ത് ഫുഡ് 3,000 റുപ്പീസ് മാത്രമാണ് എനിക്ക് കോളേജ് ഹോസ്റ്റൽ ഉണ്ടായത്. സോ ഇവിടെ വന്നിട്ട് ഇത്ര വലിയ റേറ്റ് കാണുമ്പോൾ ഇറ്റ് വാസ് ബിയോണ്ട് മൈ പ്രൈസ് റേഞ്ച്. ആൻഡ് ഞാൻ വിചാരിച്ചു ചേട്ടാ ഈ ഹോസ്റ്റലിൽ കിട്ടിയിട്ടില്ലെങ്കിൽ വീട്ടുകാർ അത് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. കോഴ്സിൻ്റെ ഫീ ഓൾറെഡി എനിക്ക് 1.5 ലക്ഷം റുപ്യോളം കോഴ്സിൻ്റെ ഫീ മൊത്തത്തിൽ വരുന്നുണ്ട്. സോ ഞാൻ നോക്കിയപ്പോൾ അവസാനം ഒരു ലിസ്റ്റ് എന്നൊരു നമ്പർ കിട്ടി. 6,500 എന്തോ ആണ് വിത്ത് ഫുഡ് 4 ഷെയർ എന്ന് പറഞ്ഞു. ആൻഡ് മെഡിക്കൽ കോളേജിൽ നിന്ന് കണ്ടു. ഞാൻ പഠിച്ച എൻ്റെ കോളേജ് മെഡിക്കൽ കോളേജും എൻ്റെ കോളേജും ആകെ 100-200 മീറ്റർ ദൂരെയാണ്. അപ്പൊ ആ ഒരു ഇതിൽ ഞാൻ ചിലപ്പം ഇതും അത്ര ആയിരിക്കും. ആൻഡ് ഇവരെ വിളിച്ചു നോക്കിയപ്പോഴും ഇവര് എന്നോട് പറഞ്ഞു, ആമനെ ബസ് കുറേ ബസ്സസ് ഉണ്ട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ കുറെ കുട്ടികൾ മുന്നേ ഇവിടെ നിന്ന് പഠിച്ച് പോയിട്ടുണ്ട്, നടന്നു പോകുന്ന ദൂരം കൂടി മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ എത്ര കിലോമീറ്റർ ഉണ്ട്, അതൊരു 1-2 കിലോമീറ്റർ കാണും കഷ്ടിച്ച്, അത് കുഴപ്പമില്ല, നമുക്ക് ബസ്സിന് പോയി വരാന്നൊക്കെ പറഞ്ഞു. ആൻഡ് അതും ഞാൻ റെന്റ് എത്രയാന്ന് ചോദിച്ചു. 400 എന്തോ 500 പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു വെക്കും. സംഭവമേ ഇവർ കംപ്ലീറ്റ്ലി നമ്മളോട് സംസാരിക്കില്ല. ഞാൻ ചേച്ചി ഫർണിച്ചർ ഉണ്ടോ? ഫർണിച്ചർ ഉണ്ട്, വച്ചു. ചേച്ചി ഫുഡ് വരുമോ? ഫുഡ് വരൂ കേട്ടോ, വെച്ചു. നമ്മളോട് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ്. നമുക്കും തോന്നില്ലല്ലോ ഒരാളെ നമ്മൾ എത്രന്നാ വെച്ച് വിളിച്ച് ബുദ്ധിമുട്ടിക്കുക, എങ്ങനെയാ ഒരാൾ ഇത്ര പ്രാവശ്യം കോൾ ചെയ്യുക. പക്ഷെ സ്റ്റിൽ എൻ്റെ മനസ്സിൽ എന്തോ ഒരു കുഴപ്പമുള്ള പോലെ തോന്നിയായിരുന്നു. പക്ഷെ ഞാൻ ഓക്കെ കാര്യമാക്കിയില്ല. ആൻഡ് ഇവിടെ രാവിലെ വന്ന് ഇറങ്ങി, ഞാനും എൻ്റെ ഫ്രണ്ടും രാവിലെ വന്ന് ഇറങ്ങി. എങ്ങനെയൊക്കെയോ ഓട്ടോ പിടിച്ച് വന്നു. രാവിലെ പിന്നെ ആയതുകൊണ്ട് ബസ് കിട്ടില്ല എന്നുള്ള ഉറപ്പാണല്ലോ. ഓട്ടോ പിടിച്ച് വന്ന് ഇവിടെ ഇറങ്ങി നോക്കുമ്പോഴാണ് പുള്ളിക്കാർ പറയുന്നത് അഡ്വാൻസ് ആയിരുന്നു കേട്ടോ. എപ്പോഴും 5:30. നമ്മളാകെപ്പാടെ ഒരു 7,000 റുപ്യോ 7,500 റുപ്യ എന്തോ കയ്യിലുണ്ട്. 1,500 ചെലവിന് ഇതിനും. ഞാൻ ആലോചിച്ച് നോക്കണം, കഴിഞ്ഞ 3 വീക്സ് ആയിട്ട് ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കും ഓരോ കാര്യങ്ങൾ. ഇവർ ഇന്നേ ഒരു അഡ്വാൻസ് മെൻഷൻ ചെയ്ത് തന്നെയാണ്. അഡ്വാൻസ് ഉണ്ടാവില്ലായിരിക്കും, കാരണം യൂഷ്വലി ഉണ്ടാവാറില്ല. ഈ സ്റ്റുഡൻസിന് അങ്ങനെ പൊതുവെ കുറവാണ് ഉണ്ടാവാറ്. ഞാൻ വിചാരിച്ചില്ല, പക്ഷെ അത് പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു ഓക്കെ, ഒരു 2 days സമയം തരണം. വീട്ടിൽ പറഞ്ഞ അവരോട് ചോദിച്ചാക്കണല്ലോ. വീട്ടുകാർക്ക് ഓക്കെ, അവർ പറഞ്ഞ അഡ്വാൻസ് യൂഷ്വൽ ആണ്, അത് കൊടുത്തു. എന്നിട്ട് ഇനിയിപ്പോൾ ഫോർച്യൂൺ കാണാൻ വേണ്ടി വരണം. രാവിലെ ഇറങ്ങി നമ്മൾ പ്രോപ്പർലി ഒന്ന് മാപ്പൊക്കെ നോക്കി അപ്പോഴാണ് മനസ്സിലായി 2.8 ഓൾമോസ്റ്റ് 3 കിലോമീറ്റേഴ്സ് ഉണ്ട് ഫോർച്യൂണിലേക്ക്. 3 പോയിന്റ് സംതിങ് ഉണ്ട് ചില വേറെ വഴി കാണിക്കുമ്പോൾ. എന്നുവെച്ചാൽ ബസ് എവിടെ നിന്ന് കിട്ടുക, നിലയുണ്ട്. അപ്പോൾ ഓക്കെ, ബസ് സ്റ്റാൻഡ് ഉണ്ട്, മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡ്. അവിടെ പോയി ചോദിച്ചു, ചേട്ടാ കുറുവങ്കോണത്തേക്ക്. കുറുവങ്കോണം പകുതി ആൾക്കാർ കേട്ടിട്ടില്ല. പിന്നെ യൂഷ്വലി നമ്മുടെ നാട്ടിലൊക്കെ ഹെൽപ്പ് ചെയ്യണ കണ്ടക്ടർമാരാ. അവര് പറയും മോനെ ഈ ബസ് കയറിയാൽ മതി, അല്ലെങ്കിൽ ആ ബസ് കയറിയാൽ മതി. ഇവിടെ കണ്ടക്ടർമാരിങ്ങനെ മുഖത്ത് പോകൂല. ആൻഡ് നോക്കിയവർക്കൊക്കെ ഈ സ്ഥലം എങ്ങോട്ടാന്ന് അറിഞ്ഞൂടാ. അപ്പോ നമുക്ക് കൺഫ്യൂഷൻ, ഇതിപ്പോ നമ്മുടെ പ്രശ്നമാണോ? എന്നിട്ട് എന്ത് ചെയ്തു അറിയോ, അവിടെ മറ്റേ ഒരു ഇതുണ്ടാവുമല്ലോ, എല്ലാരും കൂടി ഇരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ, അവിടെ കയറി ചോദിച്ചു. ഒരു ബസ് ഉണ്ടായിരുന്നു, അതിപ്പോ ഓടുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ലൈക്ക് ബ്രോ, എന്താ ഈ പറയണ ഇത്? ഒന്ന് ഐ ഫെൽറ്റ് ലൈക്ക് UPSC കോച്ചിങ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇത്ര വേണ്ടത്. എന്തായാലും ആളുകൾ കേട്ടെങ്കിലും ഇരിക്കണല്ലോ. ഒരു മഞ്ചക്കുഞ്ഞു പോലും കേട്ടിട്ട് പോലും. ഓക്കെ ഫൈൻ. ഞാൻ താഴെ പോയി. എന്നിട്ട് എൻ്റെ ഓണർ ഒരു വയസ്സായ ആളാ, അവിടെ ചോദിച്ചാൽ ഇങ്ങനെയാണല്ലോ പറയുന്നത്. ഇല്ലേ, നമുക്ക് ഞാനൊന്ന് ചോദിച്ചിട്ട് വരട്ടെ എന്ന് പോയി ചോദിച്ചു. എന്നിട്ട് ഇയാൾ ആരോട് പോയി ചോദിച്ചിട്ട് ഇയാൾ വന്നിട്ട് എന്നോട് പറയാ, രാവിലെ 7:30 ഒരു ബസ് ഉണ്ട് കേട്ടോ, അത് കയറിയാൽ മതി, അവിടെ എത്തും. ഓക്കെ. എന്നിട്ട് നമ്മൾ കയറി വന്ന് ഫോർച്യൂൺ കണ്ടു. തിരിച്ച് എങ്ങനെയോ വേറെ ഇവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചു. നമുക്ക് സ്ഥലങ്ങളൊന്നും അറിഞ്ഞൂടല്ലോ, അതുകൊണ്ട് ഞാൻ വേറെ പേരുകളൊന്നും പറയാത്തത്. എന്നിട്ട് ആൻഡ് ഈ ബസ് മാമനോട് തന്നെ നമ്മൾ ചോദിച്ചു, കണ്ടക്ടറിനോട് ചോദിച്ചു, ചേട്ടാ ഇത് തിരിച്ചെങ്ങനെ ഇവിടുന്ന് ഈ നാട്ടിൽ തിരിച്ചങ്ങോട്ട്? അത് ഈ ബസ് തന്നെ P15 എന്നതിന്റെ പേര്. ഒരു 5-5:30 എന്തോ ഈ കുറവങ്കോണത്ത് തിരിച്ച് മെഡിക്കൽ കോളേജിൽ പോകുന്നത്.
കഴിഞ്ഞു. ബസ്, ഈ ഒറ്റ ബസ് മാത്രമേ ഉള്ളൂ ഫ്രം ഹിയർ ടു ഹിയർ. കവടിയാറിന്ന് ചിലപ്പം ബസ് കയറിയാൽ കിട്ടും, പക്ഷെ കവടിയാർ എവിടെയാണെന്നോ കവടിയാർ എന്താണെന്നോ ഒരു മനുഷ്യ കുഞ്ഞും അതാണ് ഇവിടെ പോയാൽ കിട്ടുന്ന പോലും ആരും നമുക്ക് പറഞ്ഞു തരുന്നില്ല. എന്റെ ഭഗവാൻ, ഇതെന്ത് കഷ്ടമാ. ആൻഡ് അങ്ങനെ വി ആക്ച്വലി ഡിസൈഡഡ്, എൻ്റെ വീട്ടിൽ നിന്ന് വണ്ടി ഞാൻ ട്രെയിൻ കയറി അയച്ചു തരാം, ബൈക്ക് ഇങ്ങോട്ടേക്ക് അയച്ചു തരാം, അതല്ലാതെ വേറെ വഴിയില്ല. കാരണം നമുക്കിപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള റെന്റിങ്ങും ഇല്ല. എന്നാൽ ഇയാൾ വേണ്ട നമ്മളോട് പറയാൻ വേണ്ടിയിട്ട്. എന്നാലും ഇയാൾക്ക് ഒന്ന് അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അയാൾ അങ്ങനൊന്നും പറഞ്ഞില്ല. സ്റ്റിൽ ഈ പറഞ്ഞ പോലെ അയാളും അറിയാത്ത പോലെ അയ്യോ വിക്ടിം പോലെ ഇരിക്കുമായിരുന്നു. ഓക്കെ ഫൈൻ, അയാളല്ലേ ചിലപ്പോൾ അറിയാത്തോട്ടാ. ആൻഡ് അങ്ങനെ 4 or 5 months നിന്നു. പക്ഷെ പിന്നീട് ഓപ്ഷണലും സ്റ്റാർട്ട് ചെയ്യും, മോർണിംഗ് ക്ലാസ്സും ഈ ഉച്ചക്ക് ക്ലാസ്സും എല്ലാം കൂടി ആയിട്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 3 kilometers അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പോകാൻ വേണ്ടി പറ്റും ഡെയിലി? അതും വൈകുന്നേരം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. നമ്മുടെ ഓപ്ഷണൽ ടൈമിങ്ങും ഡിഫറെൻറ്റാണ്. രണ്ടുപേരും ഒരാൾക്ക് ക്ലാസ്സിൽ ഒരാളില്ലെങ്കിൽ വന്നിരിക്കാൻ പറ്റുമോ, അങ്ങനെ എന്തൊക്കെ ഇഷ്യൂസ് വന്നു. അൾട്ടിമേറ്റ്ലി നമ്മൾ അവിടെ നിന്ന് മാറാൻ വേണ്ടി തീരുമാനിച്ചു. തീരുമാനിക്കുമ്പോഴേക്ക് ഇയാള് അഡ്വാൻസ് തിരിച്ചു തരാൻ പറ്റില്ല, അതുപോലെ തന്നെ അവസാനം എങ്ങനെയൊക്കെ പറഞ്ഞു ഓക്കെ പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുമ്പോഴേ 2 ദിവസം കഴിഞ്ഞ് ഇറങ്ങാന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഈ പുള്ളി വളർന്ന് നമ്മളോട് പറയാം, നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ ആക്ച്വലി നിങ്ങളുടെ ഡേറ്റ് ഇന്ന് രാത്രി വരെയാണ്, നിങ്ങൾ നാളെ രാവിലെ ഇറങ്ങണം, ഇല്ലെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ പൈസ തരണം, ഓരോ ദിവസത്തിനും വെച്ച് പൈസ തരണം. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് അമ്മയോട് പറഞ്ഞാ നമുക്ക് നാളെ രാവിലെ ഇറങ്ങാം, നീ സ്ഥലം നോക്കണ്ട, സ്ഥലം നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് എല്ലാം അന്ന് നൈറ്റ് പാക്ക് ചെയ്തു. ആ രാവിലെ പറഞ്ഞു നമ്മൾ ഇറങ്ങാണ്. അപ്പൊ അയാൾ പറഞ്ഞു ഫുഡ് കഴിക്കുന്നില്ലേ. അയാളുടെ ഫുഡ് കഴിക്കുന്നില്ലേ കേട്ടപ്പോഴെനിക്ക് മനസ്സിലായി ആ ഫുഡിന് വരെ ബ്രേക്ക്ഫാസ്റ്റിന് വരെ അയാൾ പൈസ വാങ്ങും. അങ്ങനത്തെ വർത്താനമായിരുന്നു അയാൾ തന്നെ. ഞാൻ പറഞ്ഞു ഫുഡൊന്നും വേണ്ട, നമ്മൾ ഇറങ്ങാം, ശരി എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെയാണ് രക്ഷപ്പെട്ട് തിരിച്ച് കുറവങ്കോണത്തെത്തിയത്. കുറവങ്കോണത്ത് വന്നപ്പം നമ്മുടെ പുതിയ റെന്റ് 7,500 ആയിരുന്നു. പക്ഷെ ഐ എം ലൈക്ക് ഓക്കെ ഫൈൻ, കുറച്ച് 1,000 എക്സ്ട്രാ കൊടുത്താലും വി ആർ കംപ്ലീറ്റ്ലി ഫൈൻ. കാരണം അതർവൈസ് അവിടെ അത്രത്തോളം ടോക്സിക് ആയ ആൾക്കാർ, അവരുടെ നമ്പറോ പേരോ ഒന്നും ഞാൻ തരുന്നില്ല. പക്ഷെ ഇഫ് യു ഫൈൻഡ് സം റാൻഡം വയസ്സായ ഒരു ആണുങ്ങളോ പെണ്ണുങ്ങളോ കോൾ എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ ദൂരെ അടുത്താണ്, നടന്നു പോകുന്ന ദൂരമാണെന്നൊക്കെ ആൾക്കാർ നടന്നു പോയിട്ടെന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് റിമെമ്പർ ഇറ്റ്സ് എ റെഡ് ഫ്ലാഗ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എല്ലാവരോടും പറയുന്നത് ദാറ്റ് ഡെഫിനറ്റ്ലി ഒരു 1 kilometer മാക്സിമം 1.2 kilometersനുള്ളിൽ തന്നെ നിങ്ങൾ ഹോസ്റ്റൽ തിരഞ്ഞെടുക്കുക, ഫോർച്യൂൺ അടുത്താണെങ്കിൽ. അതല്ലാതെ നിങ്ങൾക്ക് നടന്നു വരാനും പോകാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. സ്പെഷ്യലി ഇവിടെ ബസ്സസും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ കമന്റ്സിൽ ആരോട് വേണമെങ്കിൽ ചോദിച്ചൊക്കെ ഞാൻ പറയുന്ന പോലെ നോക്കണ്ട, ബസ് കിട്ടൽ വലിയ ബുദ്ധിമുട്ടാണ്. ആൻഡ് രാത്രി നമ്മുടെ ഓപ്ഷനൊക്കെ ചിലപ്പോൾ 8-9 മണിക്കൊക്കെ തീരുക. സോ ഡെഫിനറ്റ്ലി ട്രാവലിംഗ് ഈസ് വെരി ഹ്യൂജ്. കൂടുതൽ കഥകൾ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇതന്നെ പറയുമ്പോഴേക്കും എനിക്ക് ദേഷ്യം വരുന്നു. അത്രത്തോളം എന്നെ അവർ വെറുപ്പിച്ചു. ആൻഡ് അവസാനം നമ്മുടെ കുറ്റം പോലെ നമ്മൾ ഇറങ്ങി പോകുമ്പോഴേക്കും അവരുടെ ബിസിനസ് പോയല്ലോ, നമ്മൾ പുതിയ കുട്ടികളെ അവരെ ആക്കി കൊടുത്തില്ലല്ലോ. നമ്മൾ ഡെയിലി വന്ന് പറയും പുതിയ കുട്ടികളെ കൊണ്ടുവരണം എന്ന്. നമ്മൾ എവിടെ നിന്നാണോ പുതിയ കുട്ടികളെ കൊണ്ടുകൊടുക്കണം? നമ്മളെ പുതിയതായി ഇവിടെ ആരായിട്ട് കൺഫ്യൂഷൻ ടച്ചൊക്കെ ആവുന്നത് തന്നെ 4-5 months കഴിഞ്ഞിട്ടാണ്. സോ വിനായക് അഗൈൻ ദിസ് ഇസ് UPSC വേൾഡ്. നല്ല വെയിലും ചൂടും ഒക്കെ എടുക്കുന്നു, പക്ഷെ ഒരു എസ്തെറ്റിക് ഉള്ള പോലെ തോന്നിയോണ്ട് ഇവിടെ വന്നിരുന്നത്. എനിവേസ് ടേക്ക് കെയർ. ആൻഡ് ബാക്കി കഥകളെ ഞാൻ പിന്നെ പറയാം. പക്ഷെ ദ തിങ് ഈസ് ഇനീഷ്യലി എനിക്ക് ഫെൽറ്റ് ദാറ്റ് ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇവിടെ, ദാറ്റ് പീപ്പിൾ ആർ റിയലി സെൽഫിഷ് പീപ്പിൾ. കുറെ എല്ലാവരും അല്ല കേട്ടോ, പക്ഷെ ഒരു 85% ഓഫ് ആൾക്കാരും പൈസക്ക് വേണ്ടി ആർത്തിയുള്ള മനുഷ്യന്മാർ. ആൻഡ് യു മൈറ്റ് ആക്ച്വലി ഫീൽ ഇറ്റ് വെൻ യു കമ്പയർ. സോ ഡെഫിനറ്റ്ലി ബാർഗെയിൻ ചെയ്യുക. ആൻഡ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്ന ആൾക്കാരൊക്കെ ഒഴിവാക്കാനായിട്ട് പറയാം. നിങ്ങൾക്ക് പ്രോപ്പർലി സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ വേറെ ആൾ നോക്കിക്കോളാം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഹോപ്പ്ഫുള്ളി ബൈ. സബ് ചെയ്തില്ല, സബ് ചെയ്തിട്ടോ. ഓക്കെ, ശരി.